ഹലോ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ടീനൂസ് വേൾഡ്. ആദ്യം തന്നെ ക്ഷമിക്കണം, എൻ്റെ സൗണ്ട് റെഡിയല്ല, കോൾഡാണ്. 2 days ആയി നല്ല കഫ് തുടങ്ങിയിട്ട്. ഇപ്പം നമ്മളിവിടെ മാവൂർ റോഡാണ്. അമ്മയുടെ മാമൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പന്നിയങ്കര കല്ലായി ചേച്ചിയുടെ ക്ലിനിക്കിൽ നിന്ന് ചേച്ചിനെ പിക്ക് ചെയ്തിട്ട് പോണ വഴി കൊച്ചിൻ ബേക്കറി. എല്ലാവർക്കും അറിയാമല്ലോ കൊച്ചിൻ ബേക്കറി, നമ്മൾ കാലിക്കറ്റിലെ ബെസ്റ്റ് ബേക്കറിയാണ്. അപ്പം കൊച്ചിൻ ബേക്കറി പോയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകണം. ഇപ്പം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കുകയാണ്, നല്ല ട്രാഫിക്കാണ് ഇപ്പം. പണ്ടിങ്ങനെ കൊച്ചിയിൽ പോയപ്പോഴൊക്കെ എല്ലാ സെയിം ട്രാഫിക് ഇപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. 2-3 ദിവസമായിട്ട് മഴയൊന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റ് ആണ്. ഞാൻ നേരെ വർക്ക് കഴിഞ്ഞിട്ട് പോവാണ്. ഇപ്പം അതാ പഴയ സാഗർ ഹോട്ടലെത്തി. അടുത്ത് നമ്മളെ KSRTC ബിൽഡിംഗ് ആണ്. ഇപ്പോഴും അതിൻ്റെ പ്രോപ്പർ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. സാഗർ ഹോട്ടല്, പിന്നെ ഇതാ കസവ് കേന്ദ്ര, സാഗറിന്റെ ഓപ്പോസിറ്റ് തന്നെ രുചി, ദക്ഷിൺ ദ വെജ്. ഇതൊക്കെ നമ്മുടെ കുറേ മെമ്മറീസ് ഉള്ളൊരു ഹോട്ടലൊക്കെയാണ്. ഇനിയിപ്പോൾ നേരെ കൊച്ചിൻ ബേക്കറി പോകണം. ഇവിടുന്ന് ലെഫ്റ്റ്. ഫ്രീ ലെഫ്റ്റാ. പിന്നെ പരാഗ് ക്ലോത്തിങ്. നമ്മൾ ഇവിടെ തന്നെ കാലിക്കറ്റിന് ഇപ്പോൾ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. എൻ്റെ മാരേജിന് മലബാർ ഗോൾഡിൽ നിന്ന് 2-3 ചെയിൻസ് എടുത്തിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ ഒരു ചെയിൻ വാങ്ങാൻ പറ്റിയില്ല. പോയിക്കൊണ്ടിരുന്നപ്പോൾ അത് ഓർമ്മ വന്നേ. സോ ഇതാ നമ്മളിപ്പോൾ കൊച്ചിൻ ബേക്കറി എത്തുന്നു. കൊച്ചിൻ്റെ അടുത്ത് തന്നെ റീഗൽ ബേക്സും ഉണ്ട്. നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും കൊച്ചിൻ ബേക്കറി തന്നെയാണ് വാങ്ങാറ്. നമ്മൾ കൊച്ചിൻ ബേക്കറിയിലാണ് അലുവയും ചിപ്സും വാങ്ങി. കൊച്ചിൻ ബേക്കറിയിൽ വന്നാൽ എന്തായാലും അലുവയും ചിപ്സ് മസ്റ്റാണ്. കേക്ക്, പിന്നെ മാമക്ക് പ്രായമായതുകൊണ്ട് പാർട്ടി ബിസ്ക്കറ്റ് വാങ്ങി. കൊച്ചിൻ ബേക്കറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും അതിൻ്റെ ആ ടൈമ വിടാതെ ഇപ്പോഴുള്ള ബേക്കറീസിൽ നമ്പർ 1 കൊച്ചിയിലാണ്. എന്ത് ഫംഗ്ഷനൊക്കെ മസ്റ്റാണ്. സോ അപ്പം ഇങ്ങനെ ലെഫ്റ്റിലേക്ക്. അപ്പോൾ കൊച്ചിൻ ബേക്കറിയിൽ നിന്ന് അലുവ മസ്റ്റാണ്. കൊച്ചിൻ ബേക്കറിയിൽ പോയ അലുവയും ചിപ്സും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും ആ തനിമ വിടാതെ ഇപ്പോഴും അവരാ ഒരു പാരമ്പര്യം നിലനിർത്തി കൊണ്ടുവരുന്നുണ്ട്. എത്രയോ ബേക്കറീസ് ഈ പണ്ടുള്ള ഇതൊന്നും ഇപ്പം ഇല്ല. പല ഹോട്ടൽസ് ആണെങ്കിലും ബേക്കറീസ് ആണെങ്കിലും ഇപ്പം നമ്മളങ്ങനെ കാണാറില്ല. പക്ഷേ കൊച്ചിൻ ബേക്കറി ഇപ്പോഴും അതിൻ്റെ ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ചേച്ചിയുടെ ഇപ്പം ഫങ്ഷനിലൊക്കെ പ്രഗ്നൻസി ടൈമിലൊക്കെ നമ്മൾ വിരുന്നിനൊക്കെ ബൾക്കായിട്ട് ഇവിടെ തന്നെയാണ് വാങ്ങിയത്. ബെസ്റ്റ് ബേക്കറി തന്നെയാണ്. പിന്നെ ഇതാ ഇപ്പോൾ നമ്മൾ മാനാഞ്ചിറ മൈതാനം എത്തി. കുറേ ആയി മാനാഞ്ചിറ ഇപ്പോൾ പോയിട്ട്. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് മാനാഞ്ചിറയുടെ ആ ഒരു നൈറ്റ് വൈബാണ് ശരിക്കും അടിപൊളി. ന്യൂ ഇയറിൻ്റെ ടൈമിൽ ഒക്കെ സൂപ്പർ നല്ല കുറേ നല്ല ലൈറ്റിങ്ങിൻ്റെ എന്നൊക്കെ വെച്ചിട്ട് അവർ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്നും പോകാൻ പറ്റിയില്ലായിരുന്നു. പണ്ട് അമ്മ, അച്ഛൻ, ഞങ്ങളൊരു സ്ഥിരം സ്പോട്ടായിരുന്നു മാനാഞ്ചിറ എന്ന് പറയുന്നത്. പിന്നെ ഇതപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രസ് ക്ലബ് എത്തി. പ്രസ് ക്ലബ് എന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛൻ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രസ് ക്ലബിന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് നല്ല മെമ്മറീസ് ആണ്. അവിടുത്തെ ഓരോ ഗെറ്റ് ടുഗദേഴ്സും. പിന്നെ ഘോഷയാത്രയൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ ഈ പ്രസ് ക്ലബിൽ ഇരുന്നിട്ടാണ് നമ്മൾ കാണാറ്. മലബാർ പാലസും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോണ ഒരു ഹോട്ടലാണ്. കല്ലായി എത്തി. എൻ്റെ ചേച്ചിയുടെ വീട് ഇവിടെ കല്ലായിയാണ്. ഇവിടെ ചേച്ചി പ്രാക്ടീസ് ചെയ്യുന്ന സ്ട്രെയിറ്റ്. ചേച്ചി റൂട്ട് പറഞ്ഞു കൊടുക്ക്. നേരെ പോവാ കണ്ണഞ്ചേരി. ഹലോ.
ഞാൻ മക്കളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഏതാ ഫസ്റ്റ് എക്സാം? ഫസ്റ്റ് ജയിക്കാം. CBSE PT ഒക്കെ ഉണ്ടപ്പോഴും മോറൽ സയൻസ് ഉണ്ട്. മോറൽ സയൻസ് ഉണ്ടല്ലേ? മോറൽ സയൻസ് പിന്നെ ഗീത ഗീത ഉണ്ട്. ശരിയാക്കി ഞാൻ ശരിയാക്കി. കോഫി മധുരം കുറവാ. അച്ഛന്റെ ചായ കാപ്പി കുടിച്ചോ. ഞങ്ങൾക്കുണ്ട് ഷിപ്പിലെ ഒരാള്, മീനൂടെ ഇളയച്ചൻ ഷാജു വന്നിരുന്നു. ഇപ്പൊ ലീവിന് മോനെ ഇത് കണക്ട് ചെയ്തോ? വേറെ ഡിവൈസസ് എന്നോട് എന്തിനു പിടക്കം? ഇതിപ്പോ ആദ്യം കണക്ട് ആവും. എല്ലാ പാട്ടുകളും ഇഷ്ടം. പഴയ മലയാളം സോങ്സ് എല്ലാം സിദ്ധുവിന് ഇഷ്ടം. ഇതില് വന്നപ്പോ തിരിഞ്ഞ് നടക്കും. സൈനേച്ചി ആകാശവാണിയിലെ ആർട്ടിസ്റ്റാണ്, മാമൻ്റെ മോളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളെ മാരേജിന് ദേവസ്വം ശുഭ സൗരഭം അകതാരിലും ആകാശഗോപുരം പൊൻപടി അഭിലാഷഗീതകം സാഗരമാ ഉദയരഥങ്ങൾ തേടി വീണ്ടും മരുതകരാഗസേവയിൽ സ്വർണ്ണപ്പരമപാലം നിറവേകും ചോലയിൽ വർണ്ണക്കൊടികളാടി തളിരോല കൈകളിൽ മാമന്റെ മോള് സൈനേച്ചി. സൈനേച്ചി ആകാശവാണിയിൽ ആർട്ടിസ്റ്റാണ്. എന്റെ കല്യാണത്തിന് ദേവസ്വം ഒക്കെ ചെയ്ത് സംഗീതം ചെയ്യുന്നു.
പിന്നെന്താ പറയാ കേട്ടോ. അവരെല്ലാരും കേട്ടല്ലോ പാട്ട്. ഞങ്ങളെല്ലാ ഫാമിലി ഫംഗ്ഷന് സനേഷ് പാട്ട് പാട്ട് മസ്റ്റ്. വന്നോ പാട്ടുകാരൻ ഗായകൻ